അടുത്തിരുന്ന കുട്ടിയോട് സംസാരിച്ചതിന് സ്കൂൾ പ്രിൻസിപ്പൽ UKG വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിൽ അടച്ചിട്ടു. തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം. മണിക്കൂറുകളോളം കുട്ടി പട്ടിക്കൂട്ടിൽ കഴിഞ്ഞു. പ്രിൻസിപ്പലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്തിരുന്ന കുട്ടിയോട് സംസാരിച്ചതിന്റെ പേരിലാണ് UKG വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപിക ശശികല പട്ടിക്കൂട്ടിലടച്ചത്. തിരുവനന്തപുരം പാതിരാപ്പള്ളി ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം. രാവിലെ മുതൽ വൈകിട്ട് വരെ കുട്ടിയെ കൂട്ടിനുള്ളിൽ മുട്ടുകുത്തി നിർത്തുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത്. ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന സഹോദരിയും കുട്ടിയും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്നുമാണ് സംഭവം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നേരത്തെയും പ്രിൻസിപ്പലായ ശശികലയ്ക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഇവർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. വളരെ രോക്ഷാകുലരായാണ് നാട്ടുകാരും ഈ സംഭവത്തോട് പ്രതികരിച്ചത്. സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ, BJP, KSU മാർച്ചുകളും നടത്തി. TNC MP K മുരളീധരൻ, മേയർ K ചന്ദ്രിക എന്നിവർ സ്കൂൾ സന്ദർശിച്ചു. പേരൂർക്കട പോലീസ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ സ്കൂളിലെത്തി അമ്മയുടെയും കുഞ്ഞിന്റെയും മൊഴി രേഖപ്പെടുത്തി. DEO സ്കൂളിലെത്തി പരിശോധന നടത്തി. സ്കൂളിന് അംഗീകാരമുണ്ടോ എന്ന കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും DEO പറഞ്ഞു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും. ഈ പട്ടിക്കൂടിനകത്താണ് പിഞ്ചു കുഞ്ഞിന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണം പോലുമില്ലാതെ കഴിയേണ്ടി വന്നത്. ഗുരുവിനെ ദൈവതുല്യമായി കാണുമ്പോഴും അധ്യാപകരിൽ നിന്നും ഇത്തരത്തിലുള്ള നിന്ദ്യമായ പ്രവൃത്തി ഉണ്ടാകുന്നു. തിരുവനന്തപുരം പാതിരപ്പള്ളി ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം മെറിൻ മേരി ചാക്കോ. കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ശ്രീ K ഗംഗാധരൻ, ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകയായ പാർവതി, അതുപോലെ തന്നെ അശ്വതി നായർ, ഒപ്പം ഈ കുട്ടിയുടെ അമ്മ സിനി നമ്മോടൊപ്പം തത്സമയം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകനായ മുരുകനും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ K ഗംഗാധരൻ, കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഒരു കുട്ടിയെ, അതും പട്ടിയെക്കുറിച്ച് ക്ലാസ്സിൽ സംസാരിച്ചതിന് 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പട്ടിക്കൂട്ടിലടച്ചിരിക്കുന്നു എന്ന സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ ഏതർത്ഥത്തിലാണ്, എങ്ങനെയാണ് ഇതിൽ ഇടപെടാൻ പോകുന്നത്? ഇതിൽ കമ്മീഷൻ ഇടപെടേണ്ട ഒരു കേസല്ല ഇത്. ഇതിൽ ഈ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങളിലാണ് സാധാരണഗതിയിൽ ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലയിൽ കമ്മീഷൻ ഇതിൽ ഇടപെടുന്നത്. ഇതിൽ ചെയർമാൻ ഏതോ ഒരു ഫോൺ ഇൻ പ്രോഗ്രാമിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ അടുത്ത കാലത്തായി ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കുട്ടികളോട് അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതുപോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുട്ടിക്ക് പഠിക്കുന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വസ്ത്രം അഴിച്ചിട്ട് നിർത്തി, അവൻ്റെ പാൻസൊക്കെ അഴിച്ച് ഊരിയിട്ട് നഗ്നനാക്കിയിട്ട് നിർത്തിയിട്ട് പെൺകുട്ടികളോട് പറയുന്നത് അത് നോക്കാൻ വേണ്ടിയാണ്. നോക്കാതെ നിന്നവരെ അധ്യാപകൻ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു വൈകൃതമാണ് അധ്യാപകരിൽ ഇപ്പോൾ വരുന്നത്. ഇതുപോലെ തന്നെ പേരാവൂരിൽ നമ്മൾ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, കൂത്തുപറമ്പിനടുത്ത സ്ഥലത്ത് മാതാമൃതാനന്ദമയിയുടെ പേരിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയും ഈ രീതിയിൽ അധ്യാപകർ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ നോക്കിയാലും കുട്ടികളെ ദേഹോപദ്രവം ചെയ്യുന്നത്, ഇതിപ്പോൾ ഈ പട്ടിക്കൂട്ടിലിട്ടുണ്ട് പട്ടിയെയും കുട്ടിയെയും മനസ്സിലാവാത്ത ഒരു പ്രിൻസിപ്പളാണ് ആ സ്കൂളിലുള്ളത് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ അപമാനമാണ്. അപ്പോൾ അത് ഒന്നുകിൽ അത് ജനകീയമായ ഇടപെടലുകളാണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. പിന്നെ നിയമപരമായ നടപടി എന്ന് പറയുന്നത് ശക്തമായ നടപടി എടുക്കുകയും ഇച്ചിരി കഴിഞ്ഞാൽ ആ നടപടി മുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കോട്ടുള്ള കേസിലും ഇതുവരെ പോലീസ് ഒരു അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. കമ്മീഷൻ അതിലിടപെട്ടിട്ട് പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ CRPC പ്രകാരമുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ആ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മോശം പ്രവണതയായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജനകീയമായ ഇടപെടലുകളിലേക്ക് കൂടി മാത്രമേ ഈ രോഗം മാറുള്ളൂ. അല്ലാതെ ഇതിൽ പോലീസ് എടുക്കുന്ന നടപടിയെയും കാത്തു നിന്നാൽ കൊല്ലങ്ങൾ പിടിക്കും. ചിലപ്പോൾ കോടതിയിലെത്തും. കോടതിയിലെത്തി കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ പിന്നെ കോടതിയിൽ നിന്ന് തന്നെ പോട്ടെ ടീച്ചറല്ലേ മാഷല്ലേ എന്നുള്ളൊരു സമീപനത്തോടു കൂടി
ഇതൊക്കെ അങ്ങോട്ട് രാജ്യമായിട്ട് തീരുകയും ചെയ്യും. ഈ അടുത്ത കാലത്താണ് ഈ സംഭവം കൂടിക്കൂടി വരുന്നത്. ശ്രീ കെ ഗംഗാധരൻ, ഈ കുട്ടിയുടെ അമ്മ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നു. ശ്രീമതി സിനി, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് പ്രേക്ഷകരുടെ അറിവിലേക്കായി ഒന്ന് പങ്കുവെക്കാമോ? കുട്ടി 3 ദിവസം കഴിഞ്ഞാണ് മാതാപിതാക്കൾ പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നീക്കങ്ങൾ നടത്തുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് നിങ്ങളുടെ അറിവ്? കുഞ്ഞിന് വ്യാഴാഴ്ച സംഭവിച്ച കാര്യമാണ്. വ്യാഴാഴ്ച സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം 9:30 ക്ലാസ് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ടൈം എന്തോ ഫസ്റ്റ് പീരീഡിന് കുഞ്ഞ് ബാക്കിൽ ഇരുന്ന് കുഞ്ഞിനോട് സംസാരിച്ചെന്ന് പറഞ്ഞ് മേഡം കണ്ടു. ടീച്ചർ കുഞ്ഞിനെ വെളിയിറക്കി. ആ കൂടിനകത്ത് പട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പട്ടിയെ പുറത്തിറക്കിയതിന് ശേഷം കുഞ്ഞിനെ അതിനകത്ത് കൂടിനകത്ത് ഇട്ടിരുന്നു. ഉച്ചയ്ക്ക് പോലും ആ ഭക്ഷണം കൊടുത്തില്ല. പക്ഷേ ഇത് മൂത്തയാൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഇളയാളെ കണ്ടത്. അപ്പോൾ ചേച്ചിയെ വിളിക്കുന്ന സൗണ്ട് കേട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഇളയാളിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ മേഡം ഇത് കണ്ടുകൊണ്ട് മൂത്തയാളടുത്ത് പറഞ്ഞ് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായ്ക്കകത്ത് കമ്പ് കുത്തി കയറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പേടിച്ച് ആ കുഞ്ഞ് രണ്ടുപേരും പറഞ്ഞില്ല. അപ്പോൾ വ്യാഴാഴ്ച സംഭവിക്കുന്ന കാര്യം പിറ്റേ ദിവസം വെള്ളിയാഴ്ച അന്ന് സ്കൂളിൽ പോവുകയും ചെയ്തു. ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളില്ലായിരുന്നു. ഞങ്ങൾ കോവളത്ത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ട് പിള്ളേർ രണ്ടുപേരും കളിച്ചതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പിണക്കം വന്നപ്പോഴത്തേക്ക് മൂത്തയാൾ പറഞ്ഞു, ഞാൻ പറയും പട്ടിക്കൂടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞങ്ങൾ മൂത്തയാളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ആരുടെ പറയല്, പപ്പ അറിയരുത്, വീട്ടിൽ ആരും അറിയരുത്, മേഡം അറിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് അറിയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മൂത്തയാളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അബിയെ രാവിലെ മുതൽ പട്ടിക്കൂടിനകത്ത് ഇട്ടിരുന്നു, ഭക്ഷണം കൊടുത്തില്ല. ഇവർ 3:30 വിടുന്നതിന് തൊട്ട് മുമ്പാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ഇവർ സ്കൂളിൽ നിന്ന് വിട്ടത്. അപ്പോൾ ഞങ്ങളിത് അറിഞ്ഞിട്ട് ഞങ്ങൾ ശനിയാഴ്ച അറിയുന്നു. ഇന്നാണ് ഞങ്ങൾ അവിടുത്തെ ചൈൽഡ് അവരെ വിളിച്ച് പറഞ്ഞു. അവർ വന്നു, ഞങ്ങൾ സംസാരിച്ചു. അവർ പക്ഷേ അത് അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം അറിയുന്നത്? കുട്ടി നേരിട്ട് വന്ന് പറയുകയായിരുന്നോ? ഇല്ല, രണ്ടുപേരും ഇളയത് മൂത്തതും കൂടെ കളിച്ചിരുന്ന സമയത്ത് അവർ തമ്മിലൊരു പിണക്കം വന്നപ്പോഴത്തേക്ക് മൂത്തയാളിങ്ങനെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു, പട്ടിക്കൂട് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങളെങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുമായി സംസാരിച്ചപ്പോൾ, പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ അവർ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ചെയ്ത ടീച്ചർ ഇന്ന് വന്നിട്ടില്ല. ആ ക്ലാസ്സിൽ അഭിഷേകിൻ്റെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഇന്ന് വന്നിട്ടില്ല. ആ ടീച്ചർ ആണ് ചെയ്തത്. ആ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മേഡം പറയുന്നത് വെച്ചാൽ അങ്ങനെ സംഭവമേ ഇവിടെ നടന്നിട്ടില്ല, അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ക്യാമറമാൻ അത് ശ്രദ്ധിക്കും. നാം PCR അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുമെന്നാണ് കരുതുന്നത്. ശ്രീമതി പാർവതി, ഇതൊരു തരം മനോരോഗമാണോ? ഈ അധ്യാപകർക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും ഈ സ്കൂൾ എന്ന് പറയുന്നത് ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത് 25 കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ ഭയാനകമാണ് രാജീവ്. സിറ്റുവേഷൻ വളരെ ഭയാനകമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എന്ത് വില കൊടുത്തും കുട്ടികളെ പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഫോക്കസ്ഡായിട്ട് അച്ഛനമ്മമാർ ഒരു ലിമിറ്റ് വിട്ടു പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഏറ്റവും റിസൾട്ടുള്ള സ്കൂൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി, റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം, ഈ ഒരു വിഷ്യസ് സർക്കിളിൽ പെടുന്ന മാനേജ്മെൻറ്റ് കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് പറയുന്നതിന് ഫൈൻ കൊടുക്കുന്നത് തുടങ്ങി പട്ടിക്കൂട്ടിൽ അടയ്ക്കുന്ന അവസ്ഥ വരെ എത്തി. മുട്ടയടിക്കുക, വെയിലത്ത് നിർത്തുക, തുണിയഴിക്കുക തുടങ്ങിയ എല്ലാ കാര്യവും. ഈ പെർട്ടിക്കുലർ സ്കൂള് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വട്ടിയൂർക്കാവ് പോകുന്ന വഴിക്കാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നീടാണത് കുടപ്പനംകുന്ന്. ഞാൻ ഒരു ദിവസം അറിയാതെ ആ വഴിയിലൂടെ നടന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു 8-10 വർഷം മുമ്പാണ്. ഫസ്റ്റ് ട്രിപ്പ് പോയി, സെക്കൻഡ് ട്രിപ്പിനെ കുട്ടികളെ, അവിടെ കൊച്ചു പിള്ളേരാണ്, 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും പിള്ളേരെ ബെഞ്ചിട്ട് ഇരുത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ കാഴ്ച മറക്കില്ല. അതുകൊണ്ടാണ് ഈ പേര് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എല്ലാ പിള്ളേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാൾ സംസാരിക്കുന്നില്ല പരസ്പരം. സ്കൂള് വിട്ടതിന് ശേഷം കുട്ടികൾ പരസ്പരം സംസാരിക്കാതെ ബെഞ്ചിലിരിക്കുകയാണ്. ചെറിയ കോമ്പൗണ്ടായിരിക്കാം. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഭീകരമായ ഒരു ടോർച്ചറാണ് അനുഭവപ്പെട്ടത്. എങ്ങനെ നമുക്കിരിക്കാൻ പറ്റുമോ?
തൊട്ടടുത്തിരിക്കുന്ന ആളോട് ക്ലാസ് വിട്ടതിന് ശേഷം സംസാരിക്കാതെ ഈ പേരാണ് എനിക്ക് കൃത്യമാണ്, ഞാൻ ഈ പേര് ഒരിക്കലും മറക്കില്ല. ആ കാഴ്ച കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവരെന്താണ്, ഡിസിപ്ലിനാണോ പഠിപ്പിക്കുന്നത്, അതോ എന്തിനാണ് ഇവരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? കുട്ടികളെ സ്നേഹിക്കാനാണോ പഠിപ്പിക്കുന്നത്, പരസ്പരം ഷെയറിംഗ് ആണോ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവൻ്റെ വേദനയും വിഷമവും മനസ്സിലാക്കാനാണോ പഠിപ്പിക്കുന്നത്, അതോ ഇവരെ ഭാഷയിലൂടെയാണെങ്കിലും ശാസ്ത്രത്തിലൂടെയാണെങ്കിലും അവരെന്താ പഠിപ്പിക്കുന്നത്? സ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരസ്പരം മനുഷ്യരാണെന്നും ഈ ഭൂമിയിൽ ജീവിക്കാനുമാണോ അതോ അവർ പഠിപ്പിക്കുന്നത്? അവരത് വേറെ എന്തെങ്കിലും ഇതാണോ? ഒരു ഡോക്ടർ ആക്കാനാണ് എങ്കിൽ ഡോക്ടർ പോയിട്ട് ചികിത്സിക്കേണ്ടത് ഒരു മനുഷ്യനെയാണ്, ഒരു വ്യക്തിയാണ്. കമ്പാഷൻ ഇല്ലാതെ എന്താക്കാനാണ് ഇവർ പോകുന്നത്? മാനസിക രോഗികളായ ഒരു പറ്റം ടീച്ചർമാർ, അവരുടെ ഒരൊറ്റ ലക്ഷ്യം കുട്ടികളെ ഇംഗ്ലീഷ് പറയിപ്പിക്കണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാമായി. ഇംഗ്ലീഷിലൂടെ പറയുന്ന കാര്യം മനുഷ്യവിരുദ്ധമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ തരത്തിലൊരു നമ്മുടെ മാതാപിതാക്കന്മാർക്കുള്ളൊരു അടിയാണിത്. ഏതെന്നോ എന്തെന്നോ ഇല്ലാതെ റിസൾട്ട് നോക്കുന്ന സ്കൂളുകളിൽ കൊണ്ടുവിടുക, അവിടെ മമ്മി ഡാഡി എന്ന് വിളിപ്പിക്കുക, കുറേ ഇംഗ്ലീഷും പറയുക. 10ാം ക്ലാസ്സോ കഴിയുമ്പോൾ പിള്ളേർ അച്ഛനമ്മമാരെ തള്ളിപ്പറയും. എത്ര കേസുകളാണ്. പിന്നെ കല്യാണം നിശ്ചയിച്ച് വെച്ചപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് പെങ്കൊച്ച് ഒളിച്ചോടിപ്പോയി, അനിയത്തിയുടെയും സ്വർണ്ണം എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി. അച്ഛനമ്മമാർ നെഞ്ച് പൊട്ടിക്കരയുകയാണ്, എൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കുട്ടി കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് കാര്യം? അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും സ്നേഹമുണ്ടാവാൻ കുട്ടിക്ക് സാധിക്കില്ല. കാരണം ഇത് കുഞ്ഞിനെ വളർത്തുന്നതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഈ മാതിരി കുഞ്ഞിനെ ഒരു ഫാക്ടറി കയറ്റുന്ന പോലെ ഒരു സ്കൂളിൽ കൊണ്ട് വിടുമ്പോൾ തുടങ്ങുന്നു കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് അകലാൻ. നമ്മുടെ ജോയിൻറ്റ് ഫാമിലി പോയതിന് ശേഷം നമ്മൾ വന്നിട്ടുള്ള ന്യൂക്ലിയർ ഫാമിലിയുടെ സിസ്റ്റം തന്നെ നമ്മൾ മൊത്തം മനുഷ്യരിതൊന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. എന്തിനുള്ള തിരക്കത്തിൽ മന്ത്രിമാരോടുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഓടുന്നു, അവർക്കൊക്കെ ഒരുപാട് ജോലി, ഒരുപാട് ഉദ്ഘാടനം ചെയ്യണം. നമുക്ക് എല്ലാം സ്മൂത്താണെന്ന് പറയുന്ന ഒരു വലിയ പൂ കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു മറയുടെ അകത്താണ് നമ്മൾ നോക്കുമ്പോൾ സംസ്കാരമുള്ള കേരളം, പൈതൃക കേരളം, കൊച്ചു കേരളം, അങ്ങനത്തെ കേരളം, സാക്ഷര കേരളം എന്ന് കുറേ കേരളത്തിനെ കുറിച്ച് പറയുന്നതല്ലാതെ ഇതിനകത്ത് നമ്മളൊന്ന് മാറ്റി നോക്കിയാൽ ജീർണിച്ച അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നാലും ഒറ്റപ്പെടും, അച്ഛന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല, അല്ലെങ്കിൽ അവരുടെ തമ്മിൽ അടി കാണണം, ഒരാളുടെ മദ്യപാനം കാണണം, അല്ലെങ്കിൽ വേറൊരാളുടെ ഫോൺ വിളി കാണണം. കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ സംസാരിക്കാനോ അവരോട് മിണ്ടാനോ ഇന്ന് ആരുമില്ലാത്ത അവസ്ഥയാണ്. ഓരോ കുട്ടിയും ഓരോ വീട്ടിൽ ഇതുപോലെ വീട്ടിനകത്ത് കിടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം? ഒരു കുഞ്ഞിനെ ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു കഥ ഇന്നാൾ വന്നു. ആ കുട്ടിയെ ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കും, അമ്മ അച്ഛനും വന്നാലും ജോലിക്കാരുടെ ഇടുപ്പിന്ന് മാറില്ല കൊച്ച്. അവസാനം ഒരു ദിവസം അന്വേഷിച്ചപ്പോൾ എന്തൊരു സ്നേഹം, ജോലിക്കാരിയേ ഇഷ്ടമുള്ളൂ. അവസാനം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് കൊച്ച് അച്ഛനോടോ അമ്മയോടോ മിണ്ടിയാൽ പച്ചമുളക് തീറ്റിക്കും, കൈ കുനിച്ച് നിർത്തി അവിടെ നിർത്തും പകൽ മുഴുവൻ. കാരണം അച്ഛനും അമ്മയും വന്ന് മിണ്ടിയാൽ ഇവരുടെ ജോലി പോകും. ഇവർക്കിപ്പോൾ സർവ്വസ്വാതന്ത്ര്യമാണ്. കൊച്ചിന് ഇഷ്ടമാണെന്നുള്ള പേരിൽ എന്തും എടുത്തുകൊണ്ട് പോകാം, എന്ത് ചോദിച്ചാലും പൈസ കൊടുത്താലും അച്ഛനമ്മമാർ കൊടുക്കും, എന്ത് ചെയ്താലും കൊടുക്കും. കാരണം കുഞ്ഞിനെ സേഫായിട്ട് നോക്കുന്നു. ഇതൊന്നും ആരും അന്വേഷിക്കാത്ത കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി മാനസിക രോഗ നില തെറ്റിച്ചിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ കുഞ്ഞിന് ആരെയും സ്നേഹമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 7 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഡിപ്രഷനുള്ള കാലമാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിൻ്റെ അമ്മ തന്നെ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീമതി സിനി, ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ കുട്ടിക്ക് പനിയാണ്, ഈ ആളുകളെ കണ്ടു, മാധ്യമങ്ങളെ കണ്ടു, പോലീസിനെ കണ്ടു ഒക്കെ കുട്ടി പേടിച്ചിട്ടാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി കുട്ടിയുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? 3 ദിവസമായിട്ട് കുഞ്ഞിന് ചെറിയൊരു പേടി എന്ന് വെച്ചാൽ എന്ന് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷമായിട്ട് സ്കൂളിൽ ഇനി പോയാൽ അടിക്കും ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് എന്നും പറയണ്ടത്. ഞങ്ങൾ പറഞ്ഞു അതിനൊന്നും പേടിക്കേണ്ട, എന്ത് അവിടെ എന്ത് സംഭവിച്ചാൽ അത് സത്യാവസ്ഥ മക്കൾ പറയണം. അതുപോലെ ഇപ്പോഴേ ഇന്ന് രാവിലെ ആയിട്ട് എല്ലാവരും അവർ പോലീസായിരുന്നാലും അവർ ചോദിച്ച് അപ്പോഴേ കുഞ്ഞുങ്ങളാകപ്പാടെ എന്ന് വൈകുന്നേരം ചെറിയൊരു പനിയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ആളുകളും അതുപോലെ തന്നെ അയൽക്കാരും ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സ്കൂളിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ഇതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതെ ഉണ്ട്. നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ അവിടെ വിട്ട് അത് പോയി വരാനുള്ള സൗകര്യം അത് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്കൂൾ അടുത്തല്ലേ, ഞങ്ങൾക്ക് പോയി കുഞ്ഞിനെ കൊണ്ടാക്കാനും വിളിച്ചിട്ട് വരാനും ഞങ്ങൾക്ക് നല്ല എളുപ്പമാണ്. അത് കരുതിയിട്ടാണ്. ഇതിൽ നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ റിലേറ്റീവ്സ് തന്നെ ഒരുപാട് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഇതേപോലെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേസായിട്ടുണ്ട്. അവരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഉണ്ട് ഇതിന് മുമ്പായിട്ട് തന്നെ. പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് ഞങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല.
പക്ഷേ ഞങ്ങളെ റിലേറ്റീവ് 2 പിള്ളേർ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ചോദിച്ചു, അവർ രാവിലെ ചോദിച്ചു എന്താ ആവശ്യം വരാത്തത്, എന്താ ആവശ്യം വരാത്തത് എന്നും പറഞ്ഞ് മിനിറ്റ് വെച്ച് രണ്ടു പ്രാവശ്യം മേഡം ചോദിച്ചു എന്ന് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു. ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടായി, കുട്ടികൾക്ക് നേരെ ഉപദ്രവമുണ്ട് എന്നൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അടുത്താണ് എന്ന് പറഞ്ഞു എങ്കിൽ പോലും കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സ്കൂളിലേക്ക് വിടാൻ എങ്ങനെയാണ് തോന്നിയത്? ഇല്ല, ഈ ഉപദ്രവം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നേരത്തെ പഠിക്കാത്തതുകൊണ്ട് നുള്ളുകയും അടിക്കുകയും അത് സ്വാഭാവികം, കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്ന എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഈ കുട്ടിയെ ഇങ്ങനെ പിടിച്ച് അടച്ചിടുന്നത്, പട്ടിക്കൂടിനകത്ത് അടച്ചിടുന്നത് ആദ്യം. ഇതിനു മുമ്പേ ഉണ്ടായെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട നടപടി എപ്പോഴും എടുക്കുമായിരുന്നു. അശ്വതി, ഈ തെരുവിൽ ഒക്കെ ഒറ്റപ്പെടുന്നവരെയും അതുപോലെ തന്നെ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നവരെയും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രവർത്തക കൂടിയാണ് അശ്വതി. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ചിലപ്പോഴൊക്കെ അശ്വതി വിളിച്ചു പറയാറുണ്ട്, ഒരു അമ്മയെ പിന്നെ കൂട്ടിലിട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ വിളിച്ചു പറയാറുണ്ട് രക്ഷിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ. ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവവികാസങ്ങൾ ഇതിനു മുമ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ധാരാളം. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി പറഞ്ഞത്, കുട്ടിയുടെ യൂണിഫോം കുറച്ച് വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം, പ്രമുഖ സ്കൂൾ തന്നെയാണ്, സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ല, വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം വീണപ്പോൾ കുഞ്ഞിൻ്റെ യൂണിഫോം ഊരി തുടയ്ക്കാൻ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ഇഷ്യൂ നടന്ന സ്ഥലത്ത് പോയപ്പോൾ ഇതിൽ ഏറ്റവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പലരോടും ചോദിച്ചു ഇനി ആ സ്കൂളിൽ വിടുമോ എന്ന്. എല്ലാവരും എസ്സെന്ന് തന്നെയാണ് പറയുന്നത്. ആരും ആ സ്കൂളിൽ നിന്ന് മാറ്റാനൊന്നും തയ്യാറാകുന്നില്ല. അവർക്ക് എന്താണ്, കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ആ സ്കൂളിൽ വിട്ടാൽ നല്ല പോലെ പഠിക്കുന്നുണ്ട്, കുറച്ച് ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിലും പഠിക്കുന്നുണ്ട്. ഒരു മാനസിക വൈകല്യമുള്ള ടീച്ചർ നടത്തുന്ന ഒരു ഭ്രാന്താലയത്തിലേക്ക് ദിവസവും കുട്ടികളെ തള്ളിവിട്ടിട്ട് ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ഞങ്ങളെ കുട്ടികളെ കൊന്നു അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ മാതാപിതാക്കളും സൈലൻ്റ് ആയിട്ട് ഇതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. 9 സെൻറ്റ് സ്ഥലമാണ് ഈ സ്കൂളിലിരിക്കുന്നത്. അതിൽ പകുതി ഭാഗവും അവരുടെ കുടുംബമാണ്. ബാക്കി 2 സെൻറ്റ് സ്ഥലത്തിൽ മാത്രമാണ് അപ്സ്റ്റേഴ്സും ആയിട്ട് ചേർന്ന് ഒരു സ്കൂൾ നിലനിൽക്കുന്നത്. ഇവർക്ക് ആരാണ് അംഗീകാരം കൊടുത്തത്? അവരുടെ ഒരു ഗ്രൗണ്ടില്ല, ഒരു കളിസ്ഥലമില്ല, ഒന്നുമില്ല. അവരുടെ കുടുംബം നടത്തുന്നു, അതിനോടൊപ്പം ഒരു ബിൽഡിങ്ങും കെട്ടി വെച്ചേക്കുന്നു. അതിനോട് പട്ടികൂടുണ്ട്. ആരെയാണ് കുറ്റം പറയേണ്ടത്? ഈ ടീച്ചറിനെയാണോ കുറ്റം പറയേണ്ടത്? ആ ചുറ്റുപാടുള്ള ഈ കുട്ടികളെ വീണ്ടും വിടുന്ന മാതാപിതാക്കളെ തന്നെയാണ് ഇതിന് കുറ്റം പറയേണ്ടതായിട്ട് വരുന്നത്. അവർ തന്നെയാണ്. മുരുകൻ, താങ്കൾ ചൈൽഡ് ലൈൻ പ്രവർത്തകനാണ്. ഇത്തരത്തിലുള്ള ക്രൂരത തെരുവിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെ രാജീവ് സാർ അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ ചൈൽഡ് ലൈൻ പ്രവർത്തകനല്ല, ഞാൻ തെരുവോരം പ്രവർത്തകനാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2006 കാക്കനാട് പടമുകളിൽ ഒരു കുട്ടീനെ പട്ടിക്കൂട്ടിലിട്ടപ്പോൾ അങ്ങ് അടക്കമുള്ള ആളുകൾ നമ്മൾ ചെന്നാണ് ആ പട്ടിക്കൂട്ടിൽ നിന്നും ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയത്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപോലുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം എനിക്ക് ദയവായി തരണം. കാരണം ഈ സംസ്ഥാനത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഈ സർക്കാരിനെ സമീപിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കഴിഞ്ഞ 10 മാസക്കാലമായി ഈ സംസ്ഥാന സർക്കാർ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ കമ്മീഷൻ നിലവിൽ കൊണ്ടുവന്നു. ഈ കമ്മീഷൻ വന്നതിന് ശേഷം 288 പരാതികൾ ഈ കമ്മീഷനിൽ ലഭിച്ചു. എന്നാൽ ഈ കമ്മീഷനിൽ ലഭിച്ച പരാതി അനുസരിച്ച് ഒരു വ്യക്തി പോലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഈ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുമ്പോൾ 20 ലക്ഷം രൂപ വേണം ഈ കമ്മീഷൻ ഒരു മാസം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ഈ 20 ലക്ഷം രൂപ, അതായത് ഒരു കമ്മീഷൻ അംഗത്തിന് 1,35,000 രൂപയാണ് നമ്മൾ ശമ്പള ഇനത്തിൽ സർക്കാർ കൊടുക്കുന്നത്. ഇതിൽ ട്രാവൽ അലവൻസ് വരും, അവരുടെ താമസ സൗകര്യം വരും, മറ്റു ഡ്രൈവർമാർക്കുള്ള സൗകര്യം, അങ്ങനെ ഏകദേശം ഒരു 20 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ മുടക്കി ഇങ്ങനെ ഒരു കമ്മീഷൻ നടപ്പാക്കിയ ശേഷം ഈ കമ്മീഷൻ കൊണ്ട് സംസ്ഥാനത്തെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. തെരുവിൽ കഴിയുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. കുട്ടികൾ സ്കൂളുകളിൽ പോലും സുരക്ഷിതമല്ലെങ്കിൽ ഇനി കുട്ടികളെ എവിടെ വിട്ട് ഇവിടുത്തെ മാതാപിതാക്കൾ പഠിപ്പിക്കും? ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആളുകളെല്ലാം ഈ വിവരങ്ങളിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്? അവിടുത്തെ ജില്ലാ ഭരണകൂടം എന്ത് ചെയ്യുകയായിരുന്നു? അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു? ഇവരുടെയൊക്കെ മൂക്കിൻ്റെ തുമ്പത്തായിരുന്നില്ലേ ഈ സ്കൂൾ ഇത്രയും കാലം പ്രവർത്തിച്ചത്? എന്തുകൊണ്ട് ഇവർ ഇത്രയും കാലം ആ സ്കൂളിന് ലൈസൻസ് നൽകി
അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകി ഒരു അധ്യാപികയെ മാത്രം കേസിൽ കുടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേസെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും ഒരു കാരണവശാലും ഈ സർക്കാർ പിന്നോട്ട് പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഈ കേസിൽ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു സ്കൂൾ പ്രവർത്തിക്കണമെങ്കിൽ ഇതിന് എന്തൊക്കെ ലൈസൻസ് ഉണ്ടാകണം, ഇതെല്ലാം ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സ്കൂളിൽ ഈ വ്യക്തി ബിനാമിയാണോ, ഈ സ്കൂൾ ആരുടെ പേരിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ഒഴുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. ശ്രീ കെ ഇ ഗംഗാധരൻ, നമുക്ക് നിരവധി നിയമങ്ങളുണ്ട് ഈ ബാലാവകാശവുമായി ബന്ധപ്പെട്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ തന്നെ. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ, നേരത്തെ മുരുകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നിയമങ്ങളൊക്കെയുണ്ട്, കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനം ഈ കുട്ടികൾക്ക് അനുകൂലമായി നടക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം മുരുകൻ ഉന്നയിക്കുകയുണ്ടായി. ശരിയല്ലേ ഇത്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടി ഒരു കോഗ്നിസിബിൾ ഒഫൻസായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അതായത് കോടതികൾക്ക് നേരിട്ട് എടുക്കാം, പോലീസിന് നേരിട്ട് കേസെടുത്തിട്ട് കോടതികളിലേക്ക് അയക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുന്നു അല്ലെങ്കിൽ മറ്റ് വനിതാ കമ്മീഷൻ എടുക്കുന്നു എന്നൊക്കെ പറയുന്ന കേസ് അതിൻ്റെ ഒരു ബോണഫൈഡിയെക്കുറിച്ച് പരിശോധിക്കുന്നത് മാത്രമാണ്. ശുപാർശ ചെയ്യലാണ് ഈ കമ്മീഷനുകളുടെ ജോലി. ആ ശുപാർശ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അതിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. പത്രക്കാരുടെ സഹായത്തോടു കൂടി വീണ്ടും പ്രക്ഷോഭം നടത്തിയിട്ടെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി പ്രതിഷേധിക്കണം എന്ന് നമ്മുടെ ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. മീഡിയാസിൻ്റെ സഹായത്തോടു കൂടി ഇത് ജനങ്ങളുടെ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ജനകീയ സമ്മർദ്ദം ഏത് കാര്യത്തിനും ആവശ്യമാണെന്നുള്ളത്. അത് പക്ഷേ പത്രങ്ങൾ പോലും പോലീസിനെക്കാട്ടും കൂടുതൽ കളവ് പറയുന്നൊരു സ്ഥിതിയിലേക്ക് നീങ്ങുമ്പോഴാണ് അത് മറ്റൊരു പ്രശ്നമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സ്ത്രീ പറഞ്ഞില്ലേ, തല്ലിയില്ല, അങ്ങനെ സംഭവമേ ഇല്ല, ഇത് ആദ്യം അവിടെ പറഞ്ഞവിടെ വെച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ തവണ കേട്ടാൽ നമ്മുടെ കോടതികൾക്കും തോന്നും തല്ലിയിട്ടുണ്ടോ എന്നുള്ളത്. തല്ലിയിട്ടുണ്ടോയെന്ന് നമ്മുടെ കോടതികൾക്കും തോന്നുക. ഇത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഈ പോലീസ് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മറ്റാളുകൾ പറയുന്നത് പോലെ തന്നെ ശുദ്ധ കളവ് വിളിച്ച് പറയുന്നിടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴേ ഇപ്പം ഈ ഒരു അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ പേരിൽ മാത്രം ഒരു കേസ് എടുത്തത് കൊണ്ട് ആ കേസ് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. ആ പ്രിൻസിപ്പളിനെ സഹായിച്ച മറ്റ് ടീച്ചർമാരെ മുഴുവനും ഇതേ കേസിൽ തന്നെ പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സംവിധാനം ഒട്ടാകെ തന്നെ ഈ ടീച്ചർ സഹായിക്കുന്നതിലേക്ക് മാറിക്കഴിയും. ഒരു ടീച്ചർ മാത്രമല്ല, നമ്മുടെ കുറ്റവാളികളെ, ഒരു വെള്ളക്കോളർ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട്. അതാണ് അതിൽ കുറേ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതെന്തിനാണ് ഇന്ന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇതൊക്കെയാണ് പോലീസുകാർ ആദ്യം പരാതിയായിട്ട് ചെല്ലുന്നവരെ ബോധ്യപ്പെടുത്താൻ നോക്കുക. വെള്ളക്കോളർ കുറ്റവാളികളെ സംരക്ഷിക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. ഒരുപക്ഷെ അമ്മയ്ക്ക് തന്നെ എന്തെങ്കിലും മറുപടി ഉണ്ടാകാൻ സാധ്യത. എങ്ങനെയായിരുന്നു പോലീസിന്റെ നിലപാട് ആദ്യഘട്ടത്തിൽ പോലീസിനെ സമീപിച്ചപ്പോൾ? ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രിൻസിപ്പൽ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു പോലീസ്. ഹലോ ശ്രീമിസിനി, കേൾക്കുന്നുണ്ടോ? ഇത് പിന്നെ സ്കൂളിനോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പോലീസ് ഇതിൽ ഇടപെട്ടതോട് കൂടി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് നിങ്ങളോട് സഹായിക്കുന്ന രീതിയിൽ തന്നെയാണോ ആദ്യഘട്ടം മുതൽ പെരുമാറിയത്? ഞങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. പിന്നെ കുഞ്ഞുങ്ങളോട് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി. പക്ഷേ സ്കൂളിൽ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും പോലീസ് ഞങ്ങളോട് നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്. കുഞ്ഞുങ്ങളുടെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറിയത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ സ്കൂളിൽ ചെറിയ കുട്ടിയാണ്, സ്കൂളിൽ പോയി വന്നതിന് ശേഷം അമ്മ അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയോട് സംസാരിക്കാറുണ്ടോ? എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നടന്നത് എന്നത് അത് കുട്ടി വളരെ ധൈര്യത്തോടു കൂടി എല്ലാം തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോദിക്കും, ഇന്ന് എനിക്ക് അടി കിട്ടിയോ അല്ലെങ്കിൽ നുള്ളിയോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ മാത്രം പറയാറുണ്ട്, ചിലത് പറയാം. എന്ന് വെച്ചാൽ അവരത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡം നല്ലവണ്ണം പിള്ളേരെ പേടിപ്പെടുത്തിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. അപ്പോഴത്തേക്ക് അവർ വീട്ടിൽ പോലും ഇതുപോലും പിള്ളേർ പറയാതെ വെച്ചിരുന്ന സംഭവമാണ്. അതിന് ഇവർ കളിച്ച് പിണങ്ങിയ സമയത്ത് പുറത്തു വന്നത്. അവർ അന്ന് പറയാതിരുന്ന ഇന്നും ഞങ്ങൾ അറിയില്ലായിരുന്നു ആ സംഭവം. എന്നിട്ട് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ വിട്ടിരുന്നുവെങ്കിൽ അവർ വീണ്ടും ഇതുപോലെ ആവർത്തിക്കുമായിരുന്നു.
പക്ഷെ അത് അന്ന് കുട്ടികളെ പറയാതിരിക്കാൻ വേണ്ടി അവർ സ്കൂളിൽ തന്നെ ഒരുപാട്, ഈ കുട്ടികളെന്ന് മാത്രമല്ല മറ്റുള്ള കുട്ടികളെ അവർ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പോയി പറയരുത്, വീട്ടിൽ പോയി പറയരുത്, പറഞ്ഞിട്ട് വന്നാൽ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു, അത് വേറൊരു കൊച്ചിനെ ഞങ്ങൾ അറിഞ്ഞതാണ്, അവിടെ എന്തോ ഒരു മെഷീനുണ്ട്, ആ മെഷീൻ വെച്ചിട്ട് ഓരോ കൊച്ചിനെ വിളിച്ചിട്ട് ചോദിക്കും. ആ മെഷീൻ വെച്ച് ഇങ്ങനെ ശരീരത്ത് വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് വീട്ടിൽ എന്തെങ്കിലും ചെന്ന് പറഞ്ഞുവെങ്കിൽ എന്തോ ഒരു പച്ച ലൈറ്റ് എന്തോ കത്തും, ഇല്ല എങ്കിൽ അത് കത്തില്ല എന്ന് പറഞ്ഞത്. അത് 2-3 കുഞ്ഞുങ്ങളെ വായിന്ന് അത് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അവിടെ എന്താണ് നടക്കുന്നത്. മേഡം ഈ കുട്ടികൾ എന്തെല്ലാം രീതിയിൽ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുമോ അതെല്ലാ രീതിയിലും കുഞ്ഞുങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ശ്രീമതി പാർവതി, ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്കൂളിൽ നുണപരിശോധന യന്ത്രം വരെ സ്ഥാപിച്ചു എന്ന തരത്തിൽ കുട്ടികളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വീട്ടിൽ പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പീഡനം ഉണ്ടാകും എന്ന് കരുതുക. കുട്ടികൾക്ക് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പോലും അത്തരം സപ്പോർട്ട് കിട്ടാൻ അവർ തന്നെ ഭയക്കുന്നുണ്ടാവും. ഇത്തരം സപ്പോർട്ട് കിട്ടില്ല. കാരണം പഠനവുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ് അവർക്ക് പല സമയത്ത് കൊടുക്കുന്നുണ്ടാവും. ഇത് 2 തരത്തിലാണ് പ്രശ്നങ്ങൾ. ഒന്ന്, ഈ അധ്യാപകരുടെ മാനസിക നിലയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ. 2, ഇനി വളർന്നു വരുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മാനസിക നില ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് വിശ്വാസം, ട്രസ്റ്റ്, സ്നേഹം, ലോകത്തിനെ വിശ്വസിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ 5 വയസ്സിന് മുമ്പാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ആ പേഴ്സണാലിറ്റിയുടെ പുറത്ത് എന്തെങ്കിലും വെച്ച് കെട്ടാനേ പറ്റും. 5 വയസ്സിൽ അത് ഉറപ്പിച്ച് കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയി. 2 വയസ്സിൽ താഴെയാണ്, 2 വയസ്സിൽ താഴെയും 5 വയസ്സിന് മുമ്പുമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡ്. നമ്മുടെ നാട്ടിൽ 2 വയസ്സ് സ്വന്തം അമ്മമാരുടെയും അച്ഛന്മാരുടെയും വീട്ടിൽ തന്നെയാണ്. 5 വയസ്സാകുമ്പോൾ UKG LKGയിലും എത്തും. ഇത് ഒരു ടോർച്ചർ ക്യാമ്പുകളാണ് ഈ വീടായാലും ശരി സ്കൂളായാലും ശരി ഇന്ന് നമ്മുടെ നാട്ടിൽ. പിള്ളേരെ അച്ഛൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ അപ്പോൾ ചിരിച്ചുകൊണ്ട് കൈ നീട്ടിയപ്പോൾ ചെന്നതിന് കൊച്ചിനെ രഹസ്യമായി അടിക്കും. എന്നിട്ട് മിണ്ടിയ കൊന്നുകളയും. വാപത്ത് ശബ്ദം വെളി കേൾക്കരുതെന്ന് 2 വയസ്സുള്ള താഴെയുള്ള കുഞ്ഞിനെ അടിക്കുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവാത്ത കുഞ്ഞിനെ അവർക്കിഷ്ടമുള്ള പ്രവൃത്തി, ഒരു പാവയെ കിട്ടിയ പോലെ എനിക്കിഷ്ടമുള്ളത് എൻ്റെതാണ്, ഞാൻ പ്രസവിച്ചതാണെന്നുള്ള അവകാശത്തിൽ കുഞ്ഞിനെ ഏത് നിലയ്ക്കും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു ടോർച്ചർ ക്യാമ്പുകളാണ് പലപ്പോഴും വീട്ടിൽ. ഭർത്താവ് കള്ളുടിക്കുന്നതിനോ അമ്മായിയമ്മ ചീത്ത പറഞ്ഞതിനോ എല്ലാ ദേഷ്യവും കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പുറത്ത് അടിച്ചുമാണ് കോർണറിൽ കൊണ്ടിരുത്തുക. മതിലിൽ നോക്കി അമ്മയോട് പോലും അല്ല, അമ്മ ഈ പ്രായത്തിൽ അമ്മ എന്ന് പറയുന്നത് എല്ലാമാണ്. ദൈവമേ എന്ന് പറഞ്ഞാൽ അത് കാലി കെട്ടിപ്പിടിച്ച് കരയും. ഹാങ്ങർ വെച്ചടിക്കും, മതിലിൽ കൊണ്ട് അങ്ങോട്ട് നോക്കിയിരുത്തും, കട്ടിൽ കൊണ്ട് ചേർത്തിട്ടിട്ട് അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കണം എന്ന് പറയും അമ്മമാർ. ഈ അമ്മമാർ അവരുടെ മറ്റുള്ളവരുടെ അടുത്ത് എൻ്റെ കുഞ്ഞ് ഭയങ്കര മിടിക്കുകയാണ് എന്ന് പറയാനായിട്ട് അവളെ അഹങ്കാരം കാണിക്കുന്നത്, ഈ പ്രായത്തിലും അവർ പറയുന്ന വാക്ക് അവൾക്ക് എല്ലാം അറിയാം, അവളെ അഹങ്കാരം കാണിക്കുന്നതെന്ന് പറഞ്ഞ് സ്കൂളിൽ വിടും. സ്കൂളിൽ മറ്റൊരു ടോർച്ചർ ചേംബറാണ് മിക്ക സ്കൂളുകൾ. എല്ലാ സ്കൂളുകളെയും അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ അവിടെ എഴുതുന്നതിന് എന്നുള്ളത് അല്പം മാറിപ്പോയ പ്രശ്നം. അപ്പോൾ ഇത് കൂട്ടക്ഷരമൊക്കെ പഠിക്കുമ്പോൾ പിച്ചിയും നുള്ളിയും പിള്ളേരെ നോവിച്ചു കഴിഞ്ഞാൽ അത്രയും വേണം നിനക്ക്, നീ എന്തുകൊണ്ട് എഴുതിയില്ല? അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ പരീക്ഷ പേപ്പർ ഇങ്ങോട്ട് കൈ കിട്ടിയ ഇങ്ങനെ വലിച്ചോണ്ട് നീ എന്തെഴുതി എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരെ കാണാം. നമുക്ക് പേടിയാവും. നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 11-11:30 മണിയായാലും രാത്രി ഹോംവർക്ക് തീരൂല. എല്ലാവരും കുറച്ചായിരിക്കും കൊടുക്കുന്നത്. ഇത് എഴുതാതെ ചെന്നാൽ കൊച്ചിന് ചീത്ത കിട്ടുന്നത് മാത്രമല്ല, പേരൻറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വിളിച്ചുകൊണ്ട് പോയി അച്ഛനമ്മമാരെ ചീത്ത വിളിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രസവിച്ചിട്ടേക്കുന്നതെന്ന് വരെ ചോദിക്കുന്ന ടീച്ചർമാരുണ്ട്. ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇവർ മനസ്സിലാക്കാത്തത് ഈ 1ാം ക്ലാസ്സിൽ 50-50 വാങ്ങിക്കുന്ന കുട്ടി 7ാം ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ ജീവിതം തീരും, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ തീരും. അവിടെ സൈക്കാട്രിക് പ്രോബ്ലംസായി, ഡിപ്രഷനായി, കൊച്ചു കള്ളും കഞ്ചാവും പോയി എഞ്ചിനീയറിങ്ങിന് ചേർന്ന കുട്ടിയാണ് കേട്ടോ. അതുവരെ എന്തൊരു മിടുക്കനായിരുന്നു, അത് കഴിഞ്ഞതായി ഇപ്പോൾ ആരോടും മിണ്ടുന്നില്ല, മൗനിയായിട്ടിരിക്കുക, ഡ്രഗ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് അയ്യോ എന്ന് പറഞ്ഞ് അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നു, അവിടെ പോകുന്നു, ജ്യോത്സ്യനെ കാണുന്നു, കരയുന്നു. ഈ ഒരിക്കലും തിരിച്ച് കിട്ടില്ല അവർക്ക് അവരുടെ മക്കളെ. അവരെന്ത് സ്വപ്നം കണ്ടാണെങ്കിലും കിട്ടില്ല. കല്യാണം കഴിച്ച് അവർക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുട്ടികളെ 5 വയസ്സിന് മുമ്പ് ടോർച്ചർ ചെയ്യുന്ന ഒരു അമ്മമാരും അവരുടെ സ്വപ്നം നടത്തിയെടുക്കില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളില്ല. നമ്മളിവിടെ അർത്ഥമില്ലാത്ത കോമഡി ഷോകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായി മാറിപ്പോയി നമ്മുടെ. അർത്ഥമില്ലാത്ത കോമഡി ഷോകൾ, ഒരു കാര്യത്തിൽ ഗൗരവമില്ല, സീരിയസ് ആയിട്ടുള്ള വിഷയം അത് മാറ്റ്. ആൾക്കാരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനത് കാണണ്ട? എന്താണ് മനുഷ്യരെ സംസാരിക്കേണ്ടത്? എങ്ങനെയാണ്? ഒരു ഭയങ്കര കെയോസിലാണ് 80% എന്ന് ഞാൻ പറയാം. മെജോറിറ്റി മുഴുവൻ ആൾക്കാരില്ല, 80% കുഞ്ഞുങ്ങളെ എന്തോ വലിയ അവരുടെ അച്ചീവ്മെൻ്റ് പോലെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി വളർത്താൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന LKGയിലാണ്. 10ാം ക്ലാസ്സിലൊന്നും ആകുമ്പോൾ പിള്ളേർ അരി തൂക്കിപ്പോവും. ഏറ്റവും കൂടുതൽ ഡോക്ടറാകാൻ ശ്രമിക്കുന്ന LKG UKGയിലാണ്.
ആ സമയത്ത് പിള്ളേരുടെ ദേഹത്ത് മൺതരി എടുത്തിട്ടാലും ജീവിതത്തിൽ അവർക്ക് അവരുടെ കുഞ്ഞിനെ കിട്ടില്ല. അത്രയും ഗുരുതരമാണ് ആ പീരിയഡ്. ആ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ എന്ത് സംഭവിക്കും അവരുടെ പേഴ്സണാലിറ്റിക്കെന്ന് ആരും നമ്മുടെ അമ്മമാരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. പെട്ടെന്ന് പണം കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന അമ്മമാർക്ക് ഗൾഫിൽ നിന്ന് കിട്ടി, എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ ഭർത്താവിനും പഠിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളെങ്കിലും എനിക്ക് പഠിപ്പിക്കണം, അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പെട്ടെന്ന് പണം കിട്ടുമ്പോൾ ഏറ്റവും നല്ല സ്കൂളിൽ വിടും, ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കണം, ഏറ്റവും നല്ലത്. പെട്ടെന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആദ്യം കൊടുക്കേണ്ട സ്നേഹമാണ്. ആ 5 വയസ്സ് വരെ കുട്ടിയെ ചേർത്ത് പിടിച്ച് സുരക്ഷിതത്വം കൊടുക്കുന്നത് മാത്രമേ ശാശ്വതമാവൂ. ആരും പറഞ്ഞു കൊടുക്കാനില്ല ഇത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ പ്രശ്നം. തീർച്ചയായും അശ്വതി, ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയുള്ള ഒരു സ്കൂൾ സംവിധാനമാണെന്ന് തോന്നുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് തന്നെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് അശ്വതി പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ഈ സ്കൂൾ കുട്ടികൾക്ക് ഉപരിയായ അമ്മയെയും അച്ഛനെയും ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇപ്പോൾ സിനി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഉപദ്രവിക്കും, പഠിപ്പിക്കും ഒക്കെ ശരി തന്നെ. പക്ഷേ മനസ്സ് തുറക്കാൻ പോലും കുഞ്ഞുങ്ങൾ മനസ്സ് പോലും തുറക്കുന്നില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു LKG വിദ്യാർത്ഥി അമ്മയോട് കാര്യം പറയുന്നത്. അത് അമ്മയോടല്ല പറയുന്നത്, ചേച്ചിയോടാണ് പറയുന്നത്. ഒരു കളിവിളയാട്ടത്തിനിടയിലാണ് ഇത്രയും സീരിയസ് ആയ ഇഷ്യൂ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അമ്മമാർക്ക് കുട്ടികൾ ഇങ്ങനെ ആവണം, അങ്ങനെ ആകുവാൻ അവർ പ്രേരിപ്പിക്കുന്നു. ഈ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ പ്രേരിപ്പിച്ചത് എന്തിനാണ്? അവർ പറയുന്ന രീതിയിൽ അവരുടെ മക്കളെ ആക്കണം. അതിനിപ്പോൾ മുളകരച്ച് തേച്ചാലോ അല്ലെങ്കിൽ പട്ടിക്കൂട്ടിൽ അടച്ചാലോ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ള സിറ്റുവേഷനാണ്. ഈ വിഷയത്തിൽ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെ നിലപാട് എന്തുമാകട്ടെ, നമ്മുടെ പേരൂർക്കട പോലീസിൻ്റെ നിലപാട് എന്തുമാകട്ടെ, കോടതി എന്തുമാകട്ടെ, ഇനി ഒരു 1 മന്ത് കഴിഞ്ഞ് ഈ സ്കൂളിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അവിടെ തുറന്ന് പ്രവർത്തിക്കുമോ? ഒരു ജനപ്രതിനിധി, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനി ആ സ്കൂൾ അവിടെ തുറന്ന് പ്രവർത്തിക്കത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ വീണ്ടും നമ്മൾ കാണാൻ പോകുന്ന അത് തന്നെയാണ്. പല വിഷയങ്ങളും വരും. ഇപ്പോൾ ഈ ഒരു മാതാപിതാക്കളുള്ള സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ ഇത്. പല അനാഥ മന്ദിരങ്ങളുണ്ട്. പലപ്പോഴും ഞങ്ങൾ കുട്ടികളുടെ ഇഷ്യൂസ് ബാലാവകാശ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ആ പറയുന്ന ഒരു നിമിഷത്തേക്ക് കുറച്ച് കാര്യങ്ങൾ 2-3 ഫയലുകൾ മാറുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. കേരളത്തിൽ ഒരു വക നടക്കുന്നില്ല. എനിക്ക് അശ്വതി പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഒരു അനാഥ മന്ദിരത്തിൽ നടക്കുന്ന ഒരു ശിക്ഷാവിധി, ഫാനിൽ കയർ 2 കൂടെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കും, എന്നിട്ട് ഫാൻ ഓൺ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ അടിക്കുമെന്ന്. എന്തായാലും ഈ സ്കൂൾ ഇനി അവിടെ തുറന്ന് പ്രവർത്തിക്കത്തില്ല. അത് നമുക്ക് കാണാം. ഈ സ്കൂൾ അവിടെ തുറന്ന് പ്രവർത്തിക്കത്തില്ല. ഈ സ്കൂളിലേക്ക് ഈ സ്കൂളിൽ നിന്ന് മാറ്റാൻ അച്ഛനമ്മമാർ തയ്യാറാവില്ല. അതാണ് ബോധ്യപ്പെട്ടു. അവര് പലരും പറയുന്നത് അവർക്ക് എന്താ അവർ കൂലിപ്പണിക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്ത് മനോരോഗികളാണ് ഈ മാതാപിതാക്കൾ. കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ. അപ്പൊ പിന്നെ ഇവര് വല്ല റോബോട്ടിനെ ജനിപ്പിച്ച് വിട്ടാൽ മതിയല്ലോ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പറയാൻ. അത്രയ്ക്ക് മനോരോഗം പിടിച്ച മാതാപിതാക്കളാണ്. തീർച്ചയായിട്ടും മുരുകൻ, ഒരുപക്ഷെ ഇത്തരത്തിൽ ചില കുട്ടികളോടെങ്കിലും താങ്കൾക്ക് അടുത്തിടപെടേണ്ടി വന്നിരിക്കാം. കാരണം ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ രക്ഷിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ വരുമ്പോഴൊക്കെ ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടികൾ സംസാരിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? അവരുടെ ഭയപ്പാട് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആശങ്കകളൊക്കെ ഏത് രീതിയിലാണ് കുട്ടികൾ പിന്നീട് ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുക? യാഥാർത്ഥ്യത്തിൽ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹവും പരിഗണനയും നമ്മൾ ഏറ്റവും വിശ്വസ്തമായി കണ്ടുകൊണ്ടാണ് ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടീനെ നമ്മൾ പറഞ്ഞയക്കുന്നത്. ഇവിടെ നമ്മളുടെ സ്കൂളുകളിൽ അടുത്ത കാലത്തായിട്ട് നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ കാല് തല്ലി ഒടിച്ചു. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കുട്ടീനെ ബെഞ്ചിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൈ ഒടിച്ചു ടീച്ചർ. അപ്പുറത്ത് വടി കൊണ്ടടിച്ചു കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഇങ്ങനെ ഒരു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളിലും കേരളം നിൽക്കുന്നത് എത്രാം സ്ഥാനത്തെന്നറിയാമോ? 3-ാം സ്ഥാനത്താണ്. അടുത്ത കാലത്തായി കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം പുറത്തുവിട്ട ഒരു വിവരാവകാശ നിയമത്തിൽ അത് കേന്ദ്രം തന്നെ നിലപാട് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയും അധംപതിച്ചു പോയ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ പോലുള്ള ഒരു സമ്പ്രദായം ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ചൈൽഡ് ലൈൻ്റെ പ്രവർത്തനം
ഇവിടെ നിന്നും ഈ ഫോൺ കോളുകൾ ഇപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് 14 ജില്ലയിലും ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ഫോൺ ചെയ്യുമ്പോൾ ഈ സൗജന്യ ടെലിഫോൺ 1098 എന്ന് പറയുന്ന 1098 നമ്പറിലേക്ക് നമ്മൾ വിളിച്ചാൽ ഈ നമ്പർ ഇനി ഇവർ പറയുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് ചെന്നൈയിലേക്ക് ഈ നമ്പർ മാറ്റാൻ പോണെന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയതായ വിവരം. ഈ നമ്പർ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ആകെ ആശ്രയിക്കാനുള്ള ചൈൽഡ് ലൈൻ പോലുള്ള സമ്പ്രദായങ്ങളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇനി ഈ കുട്ടികൾ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ ടീച്ചർമാരുമായി കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പുതിയതായി കൗൺസിലർമാരെ നിയമിച്ചത്. ഇപ്പോഴും ഈ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം എല്ലാ സ്കൂളുകളിലും ഇപ്പോഴും കൗൺസിലർമാരെ നിയമിച്ചിട്ടില്ല. ഈ നിയമിച്ച കൗൺസിലർമാർക്ക് തന്നെ 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കൗൺസിലർ ഉള്ളൂ. എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കൗൺസിലറിനെ കൊണ്ട് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനി ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ പലപ്പോഴും തന്നെ നമുക്ക് കുട്ടികളുമായി പ്രവർത്തിക്കാത്ത ആളുകളാണ് ആ മേഖലയിൽ കടന്നു വന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കുട്ടിയുടെ അമ്മയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഫീസ് പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെയധികം ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഏതെങ്കിലും താങ്കൾക്കുണ്ടായോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനുണ്ടായോ അതോ അത്തരത്തിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഷമീസിനി? ഉണ്ട്. വെളിയിൽ പുറത്ത് ഞങ്ങളെ റിലേറ്റീവിൽ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ആ കുഞ്ഞിനെ മുഖത്തെല്ലാം മാന്തുകയും അതിനൊരുപാട് തറയിലിട്ട് ഉരുട്ടുകയൊക്കെ ചെയ്തു. അത് അവരെ പേരിന് കേസെടുക്കുകയും ചെയ്തു. എന്നിട്ട് അത് അവരത് തേച്ച് മാച്ച് കളഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ അവർ ചെയ്ത് വരത്തുന്നത് അവരപ്പോഴും തന്നെ TC എഴുതി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിനെ വേറെ എവിടെയും കൊണ്ടുവന്ന് പഠിപ്പിച്ചോളെന്ന് പറഞ്ഞിട്ട് ആ TC അങ്ങ് എഴുതി കൊടുത്തു. എന്ത് പ്രശ്നം നമ്മൾ ചെന്ന് എന്ത് കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ വേറെ ഏത് പേരൻസ് എന്ന് പറഞ്ഞിരുന്നാലും ഒന്നിനും ആ കുഞ്ഞിനെ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയിട്ട് വേർതിരിച്ച് മറ്റുള്ള കുട്ടികളായിട്ട് സഹകരിക്കാൻ സമ്മതിക്കാതെയും മാറ്റിയിരുത്തുകയും അവരെ ശ്രദ്ധിക്കാതെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് മിക്ക പേരൻസ് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന പലതും അവർക്കറിയാം. പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. അവിടെ ആ കുഞ്ഞ് പഠിക്കുന്നു, ആ കുഞ്ഞിനെ വീണ്ടും അവർ ഉപദ്രവിക്കുന്നുള്ള ആ ഭയത്തിൽ അവരാരും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഈ അനുഭവം ഞങ്ങൾക്ക് വന്നിട്ടാണ് ഇന്നൊരു ഈ അനുഭവം വന്നത് വേറൊരു കുഞ്ഞിന് ഒരിക്കലും വരാൻ പാടില്ല. ഇനി ആ സ്ഥാപനം ഇനി അത് തുറന്നാലും ശരി തന്നെയാണ്. ഇനിയും ആവർത്തിക്കും. ഇത് ഒരു തവണ ഉണ്ടായ സംഭവമല്ല. അതുകൊണ്ട് സർക്കാർ ഇതിന് വേണ്ടിയിട്ട് അത് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെയാണ് ആ പ്രിൻസിപ്പാൾ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ദീപിക ടീച്ചർ, അവരും ഇതിന് പങ്കാളിയാണ്. ഇതിൻ്റെ കൂടെ ഉള്ള വ്യക്തിയാണ്. അവരെ പേരിന് എന്തെങ്കിലും നടപടി എടുത്തേ മതിയാവുള്ളൂ. ആ പ്രിൻസിപ്പാളിനുള്ള അതേപോലെ തന്നെയാണ് ആ ദീപിക അതിന് ഒത്തുനിന്ന ആളാണ്. അപ്പോൾ അവർക്കും അവരെ പേരിന് നടപടി എടുത്തേ മതിയാവുള്ളൂ. തീർച്ചയായും. അഡ്വക്കേറ്റ് കെ ഗംഗാധരൻ, വളരെ ചുരുക്കം വാക്കുകളിൽ സമയപരിമിതിയുണ്ട്. ഈ ഒരു കേസ് ഇപ്പോൾ ഒരു കേസ് എടുക്കുന്നു, ഒരു ടീച്ചറെയും ഭർത്താവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. അത്തരത്തിലുള്ള അതിനെ സഹായിച്ച മറ്റു ടീച്ചർമാരെയും കൂടി പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ലെങ്കിൽ നാളെ ഈ കേസ് കോടതി ഇതിനൊരു ഒരു പരമാവധി ദൂരമുണ്ട്. ഈ പരമാവധി ദൂരത്തിൽ ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാവുന്ന ഒരു സ്പേസ് കൂടി. അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു കോടതിയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കേസ് ഫ്രെയിം ചെയ്യാൻ. അപ്പോൾ അത് എത്രത്തോളം പോലീസ് അതിൽ ആത്മാർത്ഥത കാണിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ദയനീയമായ അവസ്ഥ. അപ്പോൾ എൻ്റെ ഇതിൽ ഞാനത് പരിശോധിച്ച് നോക്കിയ സമയത്ത് അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനും നടപടിയെടുക്കാൻ കഴിയില്ല എന്ന്. കാരണം സ്കൂളിന് അംഗീകാരമില്ലാത്ത സ്കൂള് പ്രവർത്തിക്കുന്നു. ആ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് ആദ്യം ചെയ്യേണ്ടത് അംഗീകാരമില്ലാത്ത സ്കൂൾ നടത്തിപ്പ് തടയുകയാണ് വേണ്ടത്. തീർച്ചയായും തടയുക. മറ്റ് ഈ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റു സ്കൂളുകളിൽ പ്രവേശനം നേടിക്കൊടുക്കാൻ എടുക്കുക. പിന്നെ ഇവർ അംഗീകാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ ആരെയെങ്കിലും ചേർത്തിട്ടുണ്ട് എങ്കിൽ അതിന് മാത്രം അവരുടെ പേരിൽ IPC പ്രകാരം കേസെടുക്കണം. തീർച്ചയായും. അശ്വതി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്കൂൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ശ്രീമതി പാർവതി, അവസാനമായി ഇതിനെന്താണ് ഒരു മരുന്ന്? നല്ല അടി അല്ലേ? ഞാൻ ഒറ്റവാക്കി പറഞ്ഞാൽ അതാണ്, നല്ല അടി. വേറെന്താണ്? ഇത് നാട്ടുകാരെ പേടിയില്ലാത്തതുകൊണ്ടാണ്. നാട്ടുകാർ കൈവയ്ക്കില്ല. നമ്മൾ നിയമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെയും പേടിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ കണ്ണൂർ കോഴിക്കോട് നടക്കില്ല.
കാരണം ജനത്തിന് അവിടെ കുറെ കൂടി ജാഗ്രതയുണ്ട് ജനങ്ങൾക്കിടയിൽ. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ അവനവൻ്റെ കാര്യമല്ലാതെ വേറെ ഒന്നും ആർക്കും ഇല്ല. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വളരെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായ ഒരു സംഭവവികാസമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഇത് സംബന്ധിച്ച ചർച്ചകളാണ് വരുന്നത്. വരും ദിവസങ്ങളിൽ നിയമ നടപടി എങ്ങോട്ട് പോകുമെന്നറിയാം. ഒരുപക്ഷെ നമ്മുടെ സംവിധാനത്തിൽ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയും. ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയോ NOC ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ നിരവധി സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളോടുള്ള അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മനോഭാവത്തിൽ വലിയൊരു മാറ്റം വരേണ്ട സന്ദർഭമായിരിക്കുന്നു. നമ്മൾ പുറകോട്ട് നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുണ്ടാകുന്നത്.